ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, പുതിയ ഓട്ടോമാറ്റഡ് സംവിധാനം ഏർപ്പെടുത്തിയതുകൊണ്ട് അഴിമതി ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇന്ന് റോഡ് അപകടങ്ങൾ കൊണ്ട് നിരവധി ജീവനുകൾ പൊലിയുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതിൽ ഒരു പദ്ധതി പുതിയതായിട്ട് സേഫ് കേരള പദ്ധതി എന്നതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയിട്ട് കർക്കശമായിട്ടുള്ള പരിശോധനകളല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാരുടെ കുറവുണ്ട്, അത് പരിഹരിക്കുന്നതിന് വല്ല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊരു ശക്തമായ ഇടപെടലുകൾ നമ്മുടെ മന്ത്രിയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് എല്ലാം അറിയുന്ന ഒരു ആളാണ് അദ്ദേഹം. ഹെവി വെഹിക്കിൾ കൂടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുണ്ടായിരുന്ന മുഴുവൻ പോസ്റ്റുകൾ AMAമാരുടെ പോസ്റ്റിലേക്കുള്ള PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSC അത് സെലക്ട് ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവരെ ട്രെയിനിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകും. വാഹനങ്ങളുടെ കുറവുണ്ടായിരുന്നു, അത് പ്രത്യേകമായ നടപടി എടുത്തുകൊണ്ട് 72 വാഹനങ്ങൾ 20 വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി 52 വാഹനങ്ങൾ കൂടി വാങ്ങുകയാണ്. ഈ വാഹനങ്ങളിലെല്ലാം ഹൈടെക് ക്യാമറ വയ്ക്കാൻ, വണ്ടിയുടെ മുന്നിൽ നടക്കുന്ന എല്ലാ ഒഫൻസുകളും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള നടപടിയാണ്. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒഫൻസുകൾ മുഴുവൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന അപകടകരമായ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ മത്സര ഓട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടിയന്തരമായി അവിടുത്തെ പോലീസ് കമ്മീഷണർമാരുമായി ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥരും ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗ് ഇരുന്നതോടുകൂടി കർശനമായ നിലപാടെടുക്കുകയും ഇത്തരം അപകടകരമായി വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ ഈ മത്സര ഓട്ടം നിയന്ത്രിക്കാനുള്ള കർശന നടപടി സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പോലീസ് വകുപ്പിൻ്റെയും മോട്ടോർ വകുപ്പിൻ്റെയും സഹകരണത്തോടെ ആയിരിക്കും ഈ പ്രധാനമായി 3 സ്ഥലങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് വരും. ഇനി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് മോട്ടോർ സൈക്കിൾ കൊടുക്കുക. ഒരു ഡ്യൂട്ടിക്ക് 4-5 പേര് പോകേണ്ട കാര്യമില്ല, ഒരാൾ പോയാൽ മതി. അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ കൊടുക്കുകയാണ്. സാമ്പത്തിക ലാഭം കൂടിയുണ്ട്. അപ്പോൾ അതിലും ക്യാമറ പിടിപ്പിക്കും. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാൻ തീരുമാനിച്ചു.